കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 5 യൂണിറ്റ് 4 ഹീലിംഗ് ടച്ചിലെ ഫസ്റ്റ് പാർട്ടായ സോൾട്ട് ഇൻ എ ഷൂവിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310 എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. യൂണിറ്റ് 4 ദ ഹീലിംഗ് ടച്ച്. ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ഒരു ചെറിയൊരു കുട്ടി ഒരു പ്രായ മനുഷ്യന് മഴയത്ത് കുടയെല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ട്. കൈ പിടിച്ച് അദ്ദേഹത്തിനെ നടന്നു പോകാൻ സഹായിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം. ഇവിടെ എമിലി ഡിക്കിൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു സ്ത്രീയാണത്. അവർ പറഞ്ഞൊരു ഡയലോഗാണ്. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് വളരെ വിഷമമുണ്ടെങ്കിൽ, അതായത് വിഷമത്തോടെ ഇരിക്കുകയാണെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ വിഷമം അദ്ദേഹത്തിൽ നിന്ന് മാറ്റുക. അതാണ് ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ആ വിഷമം അയാൾ എത്താതിരിക്കാൻ, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റുമെങ്കിൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ ജീവിക്കുന്നത് വെറുതെ ആവില്ല. ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ വെറുതെ ആയി പോവുക, പാഴായി പോവുക. എൻ്റെ ജീവിതം പാഴായി പോവില്ല എന്നാണ് എമിലി ഡിക്കിൻസൺ പറഞ്ഞത്. നമുക്ക് നോക്കാം, ആരാണ് ഈ എമിലി ഡിക്കിൻസൺ? എമിലി എലിസബത്ത് ഡിക്കിൻസൺ, അതാണ് ഇവരുടെ പേര്, ഫുൾ പേര്. ഇവരാരായിരുന്നു? വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, ഒരു അമേരിക്കൻ കവയിത്രിയായിരുന്നു. ലിറ്റിൽ നോൺ ഡ്യൂറിങ് ഹെർ ലൈഫ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ പറ്റി അധികം അങ്ങനെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ഷീ ഹാസ് സിൻസ് ബീൻ റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ അമേരിക്കൻ പോയട്രി. അങ്ങനെ അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അവൾ വളരെ ഫേമസ് ഒരു കവയിത്രിയായി മാറി. മലയാളത്തിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എന്താ പറയുന്നത്, 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ കവയിത്രി ആയിരുന്നു എലിസബത്ത് ഡിക്കിൻസൺ. ഓക്കെ, 19th century. 1800-നടുത്ത് കവിതകൾ അവർ എഴുതിയിട്ടുണ്ട്. 7 കവിതകൾ മാത്രമാണ് ജീവിതകാലത്ത് വെളിച്ചം കണ്ടത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ആകെ 7 കവിതകൾ മാത്രമേ ഫേമസ് ആയിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നീടാണ് അങ്ങനെ ഫേമസ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു വിവരണം എമിലി എലിസബത്ത് ഡിക്കിൻസനെ പറ്റിയിട്ട്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് 2 അത്ലറ്റ്സിനെ കാണാം. ഒരാളെ സഹായിക്കുകയാണ്, താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി മുന്നോട്ട് നമുക്ക് എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നത് ചോദിക്കുന്നതെന്നൊക്കെ നോക്കാം. ഹിയർ ഈസ് ആൻ ഇവൻറ്റ് ഇൻ എ റണ്ണിങ് റേസ്. അപ്പോൾ മുകളിൽ കണ്ട ചിത്രം ഒരു ഓട്ട മത്സരത്തിലെ ചിത്രമാണ്, സന്ദർഭമാണത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? ഈ അത്ലറ്റ്സിനെ നിങ്ങൾക്ക് തിരിച്ചറിയുമോ? വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഈ അത്ലറ്റിക് മീറ്റ് നടന്നത്? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എപ്പോഴാണിത് സംഭവിച്ചത്? എപ്പോഴാണ് ഈ ഇവൻറ്റ് നടന്നത്? ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? ഇവർ ഓടുകയല്ല, നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? ആരൊക്കെയാണ്? ജോനാഥൻ ബസ്ബെ ആൻഡ് ബ്രൈമ സൻകാർ ഡാബോ. അപ്പോൾ ഈ ജോനാഥൻ ബസ്ബെ എന്ന് പറഞ്ഞത് ആ മഞ്ഞ ബനിയനിട്ട ആള്, മറ്റേ ആളാണ് ആ റെഡ് ബനിയനിട്ട ആള്. വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഇത് നടന്നത്? ഇൻ ദോഹ, ക്യാപിറ്റൽ ഓഫ് ഖത്താർ. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? 27 September 2019 ഇത് നടന്നത്. ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? അപ്പോൾ വൺ അത്ലറ്റ് ഈസ് ഹെൽപ്പിംഗ് അതർ വെൻ ഹി വാസ് ഇൻജേർഡ്. ഒരാൾക്ക് പരിക്ക് പറ്റിയപ്പോൾ മറ്റേ വ്യക്തി അദ്ദേഹത്തെ സഹായിച്ച് താങ്ങി പിടിച്ച് നടക്കുകയായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇടുകയാണ്. ആ ഒരു സന്ദർഭമാണിത്. കണ്ടില്ലേ, ജോനാഥൻ വീഴാൻ പോയത്, എന്തോ തളർച്ച വന്നു, എന്തോ പ്രയാസം വന്നു, മഞ്ഞ ടീഷർട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ താങ്ങി എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ഡാബോ, ഡാള പേര് ചെസ്റ്റിലുണ്ട്, കണ്ടോ? അപ്പോൾ ഡാബോ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ആ ഇഞ്ചുറി സംഭവിച്ച സമയത്ത് ഓടാൻ പറ്റാതായപ്പോൾ താങ്ങിയെടുത്ത് ഫിനിഷിംഗ് ലൈനിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ ഓട്ട മത്സരത്തിൽ ഇങ്ങനെ ആരും ചെയ്യുന്നതല്ല. 2 രാജ്യത്തിലെ ആൾക്കാരാണ്. ഒരാൾ വീണ ആ സമയം കൊണ്ട് മറ്റേയാൾ ഓടി ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനാണ് ശ്രമിക്കുക. പക്ഷേ ഇവിടെ ഒരു കൈത്താങ്, ഇതാണ് പറയുന്നത് ഹീലിംഗ് ടച്ച്, ഒരു സമാധാനത്തിൻ്റെ ടച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അവിടെ. ഓക്കെ, മൈക്കിൾ ജോർഡൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അങ്ങനെ മൈക്കിൾ ജോർഡൻ എന്ന് പറഞ്ഞ ആൾ വൺ ഓഫ് ദ ബെസ്റ്റ്, ഒരു ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് മൈക്കിൾ ജോർഡൻ ആസ് ഹി ഫേസസ് ചാലഞ്ചസ് ഇൻ ദ ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് ലേൺസ് ലെസൺസ് അബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. അപ്പോൾ നമ്മൾ താഴോട്ട് എന്താ വായിക്കാൻ പോകുന്നത്? ഈ മൈക്കിൾ ജോർഡൻ എന്ന് പറഞ്ഞ കളിക്കാരൻ പല
വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. എവിടെ? ബാസ്കറ്റ്ബോൾ കോർട്ടിൽ. എന്നിട്ട് കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ച്, എന്തിനെക്കുറിച്ച്? പേഷ്യൻസ്, ക്ഷമയെക്കുറിച്ച്, ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് ഇയാൾക്ക് കിട്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇതിൻ്റെ തലക്കെട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ഷൂവിനുള്ളിൽ ഉപ്പ്. അതാണ് ഈ ലെസൻ്റെ തലക്കെട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന കാണാം. ഇവിടെ ഒരു കുട്ടീൻ്റെ കയ്യിൽ പന്തുണ്ട്. ഓക്കെ, ഒരു കുട്ടി തടയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കണം മൈക്കിൾ. ഓക്കെ, നമുക്ക് മുന്നോട്ട് വായിക്കാം. മൈക്കിൾ ലവ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കിളിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഇവർ മൈക്കിളിനെ കളിക്കാൻ കൂട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇവൻ്റെ മൂത്ത 2 സഹോദരന്മാർ ഉണ്ട്, ലാരിയും റോണിയും. അവരെ കൂടെ ഇവൻ പാർക്കിലേക്ക് പോകും. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം, ദാറ്റ് വാസ് മാർക്ക്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാർക്ക് എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ഇവരുടെ ഇടയിൽ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായിരുന്നു മാർക്ക്. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്? മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അപ്പോൾ മാർക്ക് എന്ത് ചെയ്തു? മൈക്കിളിൻ്റെ ഫേസിൽ, അതായത് മുഖത്തൊരു തട്ടിട്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം മൈക്കി? നിനക്ക് ഉയരം കുറഞ്ഞു പോയോ? പരിഹസിച്ചതാണ് കേട്ടോ. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. ആ സമയത്ത് ലാരി അപ്പുറത്ത് പറഞ്ഞതാ, ഇങ്ങോട്ടേക്ക് എറിഞ്ഞോളൂ പന്ത് എന്ന് പറഞ്ഞു. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോ വെയർ ആൻഡ് നോക്ക് ദ ബോൾ അവേ. ആ സമയത്ത് മൈക്കിൾ ബോൾ എറിഞ്ഞു കൊടുത്തു ലാരിക്ക്. പക്ഷേ മാർക്ക് അത് അതിൻ്റെ ഇടയിൽ വെച്ച് തട്ടിയെടുത്തു. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. അങ്ങനെ മാർക്കിൻ്റെ ടീമിൽ മറ്റൊരു കളിക്കാരൻ്റെ അടുത്തേക്ക് ആ പന്തെത്തി. ഹി മെയ്ഡ് ദ ബാസ്കറ്റ്. അദ്ദേഹം കൊണ്ടുപോയിട്ട് അത് ബാസ്കറ്റിലിട്ടു. ആൻഡ് ദി ഗെയിം വാസ് ഓവർ. അങ്ങനെ കളി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത്ര ഈസി ആയിട്ട് കളി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത്. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്കൊക്കെ മൈക്കിൾ ഇങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ബ്രദേഴ്സിനോട്. ഹിസ് എൽഡർ ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. പക്ഷെ അവൻ്റെ മൂത്ത ബ്രദർ റോണി എന്ത് ചെയ്ത്? അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെരി വെൽ. ഓക്കെ, അങ്ങനെ ബ്രദറിനോട് പറയാം, നീ നല്ലോണം ഒന്ന് കളിച്ചു. ഡോണ്ട് വറി, വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നീ പ്രയാസപ്പെടണ്ട, നീ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് ജയിക്കാം. വെൻ ദേ റീച്ച് ഹോം, മൈക്കിൾ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ വെർ മമ്മ വാസ് കുക്കിംഗ് ഡിന്നർ. അങ്ങനെ അവൻ വീട്ടിലെത്തിയപ്പോൾ മൈക്കിൾ എന്ത് ചെയ്ത്? അടുക്കളയിലേക്ക് പോയി. അവിടെ അമ്മ അത്താഴം, ഡിന്നർ പാകം ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മ, ഹൗ ക്യാൻ ഐ ഗോ ടോളർ? ഈ ആസ്റ്റ്. അമ്മനോട് ചോദിച്ചു, എന്ത്, എങ്ങനെയാണ് എനിക്ക് ഉയരം വെക്കാൻ പറ്റുക? ഷീ സ്മൈൽഡ്, ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ് സോൾട്ട്. അമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൈക്കിളിൽ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഉപ്പ് എന്ന് പറഞ്ഞു. സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മാമ. ഉപ്പോ എന്ന് പറഞ്ഞിട്ട്, ഐ മീൻ എന്ന് ചോദിച്ചിട്ട് അമ്മനെ തിരിച്ചു നോക്കി അവൻ. സോൾട്ട് ഇൻ യുവർ ഷൂസ്. വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? നിൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പിടും. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ, ഷീ റിപ്ലൈഡ്. നീ അത് അറിയുന്നതിന് മുമ്പ് തന്നെ നീ വളർന്നു കഴിയും. അങ്ങനെ പറഞ്ഞു അമ്മ. അത് കേട്ടപ്പം ഗ്രോയിങ് മോർ എക്സൈറ്റഡ്, മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവന് വീണ്ടും ആവേശമായി, എക്സൈറ്റഡ്, ആവേശം. എന്നിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മമ്മ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയം എടുക്കും ഞാൻ ഉയരം വെക്കാൻ? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഞാൻ എത്രമാത്രം ഉയരം വെക്കും? സ്മൈലിംഗ്, മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. ചിരിച്ചുകൊണ്ട് അമ്മ അവൻ്റെ അടുത്തിരുന്നിട്ട് വിവരിക്കാൻ തുടങ്ങി. ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ. ഇത് പ്രാവർത്തികമാണെങ്കിൽ നീ വളരെ ക്ഷമയോടുകൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. ഓക്കെ മമ്മ, ഐ വിൽ ബി പേഷ്യൻറ്റ്. ഓക്കെ, ഞാൻ ക്ഷമയോടുകൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. മൈക്കിൾ അടുക്കളയിൽ അമ്മേനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് വായിക്കാം. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ് ദാറ്റ് മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീങ് ടോളർ. അപ്പോൾ ഡിന്നറിന്, അതായത് അത്താഴത്തിന് ഇരുന്ന സമയത്ത് അമ്മ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ഒരു കാര്യം കണ്ടു. എന്താണ്? അവൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന പോലെ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുക. അതിനാണ് ഈ ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കിൾ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മമ്മ സെഡ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? മൈക്കിളെ, ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യണം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്.
യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ വളരില്ല. ബട്ട് ഐ ആം നോട്ട് ഹംഗ്രി ഹി സെഡ്. പക്ഷെ എനിക്ക് വിശക്കുന്നില്ല അമ്മേ എന്ന് അവൻ പറഞ്ഞു. റേസിംഗ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അതായത് പുരികം ചുളിച്ചിട്ട് അമ്മ ഒരു വല്ലാത്തൊരു നോട്ടം നോക്കി. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. ആ സമയത്ത് മൈക്കിൾ എന്ത് ചെയ്ത് മെല്ലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. നിമിഷങ്ങൾ കൊണ്ട് അവനത് കഴിച്ചു. വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചു. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം. അന്ന് വൈകുന്നേരം കിടക്കാൻ സമയമായപ്പോൾ മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂ ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. അപ്പോൾ അവൻ്റെ റൂമിൽ മതിലുമ്പിൽ ഒരു ഗ്രോത്ത് ചാർട്ട് തൂങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിലത്ത് അവൻ്റെ ഫേവററ്റ് ഗെയിം ഷൂസ് അവൻ അവിടെ വെച്ചു. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്. എന്നിട്ട് പിന്നെ അവൻ അവൻ്റെ പൈജാമ ഇട്ടു, നൈറ്റ് ഡ്രസ്സ്. സെഡ് ഹിസ് പ്രേയേഴ്സ്, പ്രാർത്ഥന കഴിച്ചു. ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. എന്നിട്ട് കിടക്കയിലേക്ക് ചാടി കയറി. വെൻ മമ കെയിം ഇൻ മൈക്കിൾ വാസ് ഫാസ്റ്റ് അസ്ലീപ്. അപ്പോൾ അമ്മ റൂമിലേക്ക് വന്നപ്പോൾ മൈക്കിൾ നല്ല ഉറക്കമായിരുന്നു. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അങ്ങനെ അവൻ്റെ കിടക്കേൻ്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് ആ ഷൂ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പ് വിതറിയിട്ടു. കണ്ടോ, അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇതാണ് ഗ്രോത്ത് ചാർട്ട്. ഉപ്പ് ഇടുന്നതാണ് അമ്മ ഷൂവിലേക്ക്. മൈക്കിൾ അവിടെ നല്ല സുഖമായിട്ട് ഡീപ്പ് സ്ലീപ്പിലാണ്. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അങ്ങനെ ആ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേച്ചപ്പോൾ മൈക്കിൾ എന്ത് ചെയ്ത് അവൻ്റെ ആ ഫേവറേറ്റ് ഗെയിം ഷൂ എടുത്തിട്ടു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് സോൾട്ട്. അപ്പോൾ ആ ഉപ്പ് അവന് അനുഭവപ്പെട്ടു. അമ്മ ഇട്ട ഉപ്പിൻ്റെ ആ പ്രസൻസ് അവന് അനുഭവപ്പെട്ടു. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അത് കാലിൽ തട്ടിയപ്പോൾ അവനൊരു പ്രത്യേക അനുഭൂതി, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വന്നു. ഞാനിനി വളരുമല്ലോ കുറച്ച് എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിൽ വന്നിട്ടുണ്ടാവും. വെയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ. ഈ ഷൂ ധരിച്ചുകൊണ്ട് അവൻ എല്ലായിടത്തും നടക്കും. ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേസ്. പക്ഷേ ശനിയാഴ്ചകൾ അവൻ്റെ ചേട്ടന്മാരുടെ കൂടെ പാർക്കിലേക്ക് പോകുന്ന കാര്യം അവൻ നിർത്തി. ഇൻസ്റ്റെഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്. അതിന് പകരം ഇൻസ്റ്റെഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്. അവൻ വീട്ടിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തു. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ബാക്ക് ടു ദ പാർക്ക്. അവൻ എന്തായിരുന്നു ആഗ്രഹം അറിയോ? അവൻ ഇനി പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കുറച്ച് 1-2 ഇഞ്ചസെങ്കിലും വളരണം. അതായിരുന്നു. After 2 months of practicing and waiting patiently, Michael stood next to the growth chart on his wall. അങ്ങനെ 2 മാസം നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്തു, ക്ഷമയോടെ കാത്തിരുന്നു. എന്നിട്ട് മൈക്കിൾ എന്ത് ചെയ്തു? ആ ഗ്രോത്ത് ചാർട്ടിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കി. നത്തിങ്, ഒന്നും സംഭവിച്ചില്ല. ഹി ഹാഡൻ ഗ്രോൺ ആൻ ഇഞ്ച്. ഒരു ഇഞ്ച് പോലും അവൻ വളർന്നില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അവൻ നിരാശ തോന്നി, എങ്കിലും അവൻ ആ ഹോപ്പ്, ആ പ്രതീക്ഷ കൈവിട്ടില്ല. I have to wait like Mama said, Michael thought, and that's what he did. അങ്ങനെ അവൻ എന്ത് തീരുമാനിച്ചു? അവൻ എന്ത് ചിന്തിച്ചു? അമ്മ പറഞ്ഞ പോലെ ഞാൻ കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതന്നെ അവൻ ചെയ്തു. 2 more months of practice went by and still nothing. അങ്ങനെ വീണ്ടും 2 മാസം കഴിഞ്ഞു. നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്തു, പക്ഷേ ഉയരം വെച്ചില്ല. Now Michael was becoming a little sad. ഇപ്പം അവന് ലേശം സങ്കടം വരാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു സങ്കടം വന്നിട്ടുള്ളൊരു നിരാശപ്പെട്ടുള്ളൊരു ഇരിപ്പാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈഡ് ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക് ബട്ട് ഹി വുഡിൻറ്റ് ബഡ്ജ്. ഇവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരു സാറ്റർഡേ അവൻ്റെ ഏട്ടന്മാർ ഇവനെ വളരെ നിർബന്ധിച്ചു പാർക്കിൽ വരാനായിട്ട്. പക്ഷെ അവൻ വഴങ്ങിയില്ല. ബഡ്ജ് എന്ന് പറഞ്ഞാൽ വഴങ്ങിയില്ല, സമ്മതിച്ചില്ല. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. Mama had begun to worry. ഇത് കണ്ടപ്പോൾ അമ്മക്ക് വലിയ വിഷമായി. When she saw Michael sitting alone on the steps, she told Daddy, maybe you should go out and talk to him. അങ്ങനെ ഇവൻ വിഷമത്തോടുകൂടെ സ്റ്റെപ്പിൻ്റെ മേലെ ഇരിക്കുന്ന അമ്മ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് അവനോട് സംസാരിക്കണം. So Daddy went out and sat with Michael. അങ്ങനെ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് മകൻ്റെ കൂടെ, ആ മൈക്കിളിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നു. ആ സീനാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് മോനോട്, വാട്ട്സ് റോങ് ഡിയർ? മോനെ, എന്താണ് പ്രശ്നം? യു ഹാവൻ ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. ആർ യു ഓക്കെ? നീ കുറച്ച് മാസങ്ങളായല്ലോ നിൻ്റെ ചേട്ടന്മാരുടെ കൂടെ പാർക്കിലേക്ക് കളിക്കാൻ പോയിട്ട്. നീ ഓക്കെ ആണോ?
Michael didn't say anything at first. Then he looked at Daddy and said, I thought I would at least be a few inches taller by now. ആദ്യം മൈക്കിൾ ഒന്നും വേണ്ടിയില്ല. ഓക്കെ, അച്ഛനെ ചോദിച്ചപ്പോൾ. പിന്നെ അച്ഛനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഞാൻ ഉയരം വെക്കുന്നു, കുറച്ച് ഫ്യൂ ഇഞ്ചസ്, അതായത് 2-3 ഇഞ്ചസ് ഞാൻ ഉയരം വെക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. I did everything Mama told me to do, but nothing happened. അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. Michael, why do you want to be taller? Daddy asked. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മൈക്കിൾ, നിനക്ക് എന്തിനാണ് ഈ ഉയരം വെക്കണം എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? If I were taller, I'd be a great player and I could help our team win, Michael answered. മൈക്കിൾ അതിന് ഉത്തരമായിട്ട് എന്താ പറഞ്ഞറിയോ? If I were taller, എനിക്ക് ഉയരമുണ്ടായിരുന്നെങ്കിൽ, I'd be a great player, ഞാനൊരു വലിയ കളിക്കാരനായേനെ, and I could help our team win. അപ്പോൾ അത് മുഖാന്തരം എൻ്റെ ടീമിനെ ജയത്തിലേക്ക് നയിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ, പക്ഷെ നീ ഒരു വലിയ കളിക്കാരനാണ് മകനെ. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ റൈറ്റ് ഇൻ ഹിയർ. ഇപ്പം തന്നെ ഒരു നല്ല കളിക്കാരൻ, അതായത് ഒരു വിജയത്തിലേക്ക് നിന്റെ ടീമിനെ നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിനക്കിപ്പോൾ ഉണ്ട്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ അവൻ്റെ ചെസ്റ്റിൽ, അത് നെഞ്ഞത്ത് 2 തട്ട് തട്ടി, സ്നേഹത്തോടെ, അത് ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള 2 തട്ട് തട്ടി. അങ്ങനെ അച്ഛൻ പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. അപ്പോൾ അച്ഛൻ പറയണം അവനോട്, ഒരു ശരിയായ വിജയ്, ഒരു റിയൽ വിന്നർ ആവണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം, നല്ല ഡിറ്റർമിനേഷൻ, അതായത് ദൃഢനിശ്ചയം, ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ എന്ന് പറഞ്ഞ ആഗ്രഹം. അപ്പോൾ നിൻ്റെ ആഗ്രഹം മനസ്സിലെന്തോ അത് മുന്നിൽ ഉണ്ടാവണം. അപ്പോൾ ഈ വക കാര്യങ്ങളുണ്ടെങ്കിൽ നീ ഒരു റിയൽ വിന്നർ ആകും, നിനക്ക് ശരിയായൊരു വിജയമാകാൻ പറ്റും. പക്ഷെ ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. പക്ഷെ ഉയരമുണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് അങ്ങനെ ഒരു വിജയമാവാൻ പറ്റില്ലെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. മൈക്കിൾ തോട്ട് അബൌട്ട് വാട്ട് ഡാഡ് സെറ്റ് ഫോർ എ മിനിറ്റ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ മൈക്കിള് കുറച്ച് നേരത്തേക്കൊന്ന് ആലോചിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. പെട്ടെന്ന് അവൻ ഇരുന്നോടത്ത് ചാടി എഴുന്നേച്ചിട്ട് അവൻ ഓടി. വേർ ആർ യു ഗോയിങ്, ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അങ്ങനെ ആ സമയത്ത് അച്ഛൻ ഉറക്കെ വിളിച്ചു ചോദിക്കുക, യെൽഡ്, അതായത് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞു, അപ്പം നല്ല ശബ്ദത്തിൽ സംസാരിച്ചാലേ കേൾക്കുള്ളൂ. വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ ആം ലേറ്റ്, മൈക്കിൾ യെൽഡ് ബാക്ക്. അങ്ങനെ മൈക്കിൾ തിരിച്ചും വളരെ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഇന്ന് കളിക്കാൻ ഒരു ഗെയിം ഉണ്ട്, ഞാൻ ഓൾറെഡി ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. അങ്ങനെ മൈക്കിള് അവിടെ നിന്ന് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. When Michael reached the park, the game has started. അപ്പോൾ അങ്ങനെ മൈക്കിൾ ഓടി പാർക്കിലെത്തിയപ്പോൾ, ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരുന്നു. He sat on the bench, hoping he would get a chance to play. അങ്ങനെ അവൻ ആ ഒരു ചാൻസ് കളിക്കാൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടുത്തെ ബെഞ്ചിലിരുന്ന്, ആൻഡ് ഹീ ഡിഡ്, അങ്ങനെ അവന് കിട്ടുകയും ചെയ്തു. The game was almost over and the score was tied when John, one of the boy on Michael's team, fell and hurt himself. അപ്പോൾ ഈ സമയം എങ്ങനെയാണ് ഇവന് ചാൻസ് കിട്ടിയത്? ഗെയിം ഓൾമോസ്റ്റ് കഴിയാറായി, ടൈയിലായി. ആ സമയത്താണ് ജോൺ എന്ന് പറഞ്ഞ മൈക്കിളിൻ്റെ ടീമിലുള്ള ഒരു കുട്ടി വീണ് പരിക്കേറ്റത്. ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. അപ്പോൾ ഇതായിരുന്നു മൈക്കിളിൻ്റെ ചാൻസ്. മൈക്കിൾ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ ഹേർഡിൽ ആസ് ദ ഗാദേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഓഫ് ഫോർ എ ടൈം ഔട്ട്. അങ്ങനെ മൈക്കിള് ടൈം ഔട്ട് വിളിച്ചപ്പോൾ ആ ടീമിൻ്റെ കൂടെ ചേർന്നു. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്. അങ്ങനെ ഗെയിം ടൈ ആയി. ഓൾ വി നീഡ് ഈസ് 1 point. നമുക്ക് ഒരു പോയിന്റ് മതി. ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? ആർക്കാണ് ഈ ഷോട്ട് എടുക്കേണ്ടത്? റോണി ആസ്റ്റ്. റോണി അങ്ങനെ ചോദിച്ചു ടീമിനോട്. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. അങ്ങനെ മൈക്കിളിനെ ശ്രദ്ധിച്ചിട്ട് മൈക്കിളിനോട് നോക്കിയിട്ട് കൂടെയാണ് ഇത് ചോദിച്ചത്. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെഡ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ സാധാരണയെക്കാട്ടും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട്, ദൃഢനിശ്ചയത്തോടു കൂടെ അവൻ എന്ത് പറഞ്ഞു? ഞാൻ ഈ ഷോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം മാർക്ക് മൈക്കിളിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. വെൻ ദ വിസിൽ ബ്ലൂ
ദ ഗെയിം റീസ്റ്റാർട്ടഡ്. മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിൾ ആസ് യൂഷ്വൽ. അങ്ങനെ ഗെയിം വിസിലടിച്ചു, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. സാധാരണ പോലെ തന്നെ മൈക്കിളിനെ മാർക്ക് ചെയ്യാൻ തുടങ്ങി, അതായത് അവനെ ചേസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്, മാർക്ക് ടോണ്ടഡ്. അങ്ങനെ മാർക്ക് പരിഹാസത്തോടുകൂടെ, ടോണ്ടഡ് എന്ന് പറഞ്ഞാൽ പരിഹാസത്തോടുകൂടെ അവനോട് ചോദിച്ചു, ഇനിയും നീ വലിയ ആൺകുട്ടികളോട് കൂടെ കളിക്കാൻ ശ്രമിക്കുകയാണോ? ശ്രമിക്കുകയാണോ? ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷെ മൈക്കിള് അതൊന്നും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കുക. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമിൻഡ് ടു വിൻ. അങ്ങനെ ഉയരം ഉണ്ടോ ഇല്ലയോ എന്നൊരു പ്രശ്നമില്ല, അവൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇത്രയും മാസങ്ങൾ. അതുകൊണ്ട് ഇന്ന് അവൻ നിശ്ചയിച്ചു അവർ വിജയിക്കും എന്നുള്ളത് ഉറച്ച് തീരുമാനിച്ച് ആണ് മൈക്കിൾ ഇറങ്ങിയത്. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. അങ്ങനെ ലാരി മൈക്കിളിന് ബോൾ എറിഞ്ഞു കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്, ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. അങ്ങനെ മൈക്കിൾ ആ ബോൾ പിടിച്ചു, കുറച്ച് നേരം ബൗൺസ് ചെയ്തിട്ട്, അതായത് ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർക്കറിയാം, ആ ബോൾ ഇങ്ങനെ തട്ടി ബൗൺസ് ചെയ്ത് ഇങ്ങനെ തട്ടി നിൽക്കും, എന്നിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങോട്ട് കയറിപ്പോകും. ആൻഡ് ദെൻ ടുക്ക് ഓഫ്, അങ്ങനെയാണ് പറഞ്ഞത്. ദെൻ ടുക്ക് ഓഫ്, ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങോട്ട് കയറി. ആസ് ഹി അപ്രോച്ച് മാർക്ക്, അപ്പം മാർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ആ മാർക്കിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. അങ്ങനെ മൈക്കിൾ പെട്ടെന്ന് വലത്ത് ഭാഗത്തൊക്കെ ഷിഫ്റ്റ് ചെയ്ത്. മാർക്ക് ഫോളോഡ്, മാർക്ക് അവനെ ഫോളോ ചെയ്ത്. വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, ആ റൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. അങ്ങനെ ഇടത്തോട്ടൊന്ന് തിരിഞ്ഞ് പെട്ടെന്ന്. ഹി സ്റ്റെപ്പ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. അങ്ങനെ മാർക്കിനെ പിന്നിലാക്കിയിട്ട് അവൻ ഷോട്ട് അടിച്ചു. ദ ബോൾ ആക്ട് ഫാർ അബവ് ഹിസ് ഒപ്പോണൻസ് ഹാൻഡ്. അങ്ങനെ ഈ ബോൾ അവൻ എറിഞ്ഞപ്പോൾ, ഷോട്ട് ചെയ്തപ്പോൾ, ദ ബോൾ ആക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്ക് പോലെ, ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം ആർക്ക് പോലെ ഇങ്ങനെ പോയിട്ട് ഈ ഫാർ അബവ് ഹിസ് ഒപ്പോണൻസ് ഹാൻഡ്, അവരുടെ എതിർ ടീമിൻ്റെ കുട്ടികളുടെ കൈയിൻ്റെ മേലെ കൂടെ പോയിട്ട് ആൻഡ് ഫെൻ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. അങ്ങനെ ആ ബാസ്ക്കറ്റിൽ വീണു. ആ ബാസ്ക്കറ്റിൽ നിന്ന് ഹൂപ്പ് എന്നും കൂടെ പറയും, അതിലേക്ക് വീണു. 2 points, 2 പോയിന്റ് കിട്ടി. ദ ഗെയിം വാസ് ഓവർ. അങ്ങനെ ഗെയിം കഴിഞ്ഞു. മൈക്കിൾസ് ടീം ഹാഡ് വൺ. അങ്ങനെ മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. അങ്ങനെ മൈക്കിൾ ഒരു സ്വപ്നത്തിലായ പോലെയായി. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ. അവന് പിന്നെ തിരിച്ചറിഞ്ഞു അവൻ ചെയ്തത് എന്താണെന്ന്. അതായത് കറക്റ്റ് ഷോട്ട് ബാസ്ക്കറ്റ് പോയി വീണത് അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. അവനത് തിരിച്ചറിഞ്ഞു, ഞാൻ സ്വപ്നമല്ല കാണുന്നത്, ഇത് ശരിയായി നടന്നതാണ്. മൈക്കിൾ ടുക്ക് ഓഫ് ആൻഡ് ഡിഡ്ന്റ് സ്റ്റോപ്പ് അൺടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. അങ്ങനെ അവൻ ഓടാൻ തുടങ്ങി. പിന്നെ അവൻ വീട് എത്തുന്നവരെ അവൻ്റെ ഓട്ടം നിർത്തിയില്ല. ബേഴ്സ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മാം ഐ ഡിഡ് ഇറ്റ്. അങ്ങനെ ബേഴ്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാതിലിൽ കൂടെ ഇടിച്ച് കയറുക വീട്ടിലേക്ക്, വാതിലൊക്കെ തള്ളി തുറന്ന് കയറുക, അതാണ് ബേഴ്സ്റ്റിംഗ്. എന്നിട്ട് എന്താ അവൻ ഉറക്കെ പറഞ്ഞു, ഞാൻ അത് ചെയ്തു അച്ഛാ അമ്മേ, ഞാൻ അത് ചെയ്തു. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗൈസ് ഹെഡ് ആൻഡ് വി വൺ ദ ഗെയിം. ഞാൻ ഉയരമുള്ള കളിക്കാരുടെ തലേൻ്റെ മേലെ കൂടെ ഞാൻ ഷോട്ട് അടിച്ചു, ഞങ്ങൾ ഗെയിം ജയിച്ചു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം, റോണി ആൻഡ് ലാരി ജോയിൻ ദ സെലിബ്രേഷൻ. അങ്ങനെ അതിൻ്റെ ഏട്ടന്മാർ റോണി ലാരിയും ഓടി അവൻ്റെ പിന്നാലെ വന്നു, അവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, അത് ശരിയാണ് ഞങ്ങളെ കുഞ്ഞനുജ, യു ഡിഡ് ഇറ്റ്, നീ അത് ചെയ്തു. യു വൺ ദ ഗെയിം ഫോർ us, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഗെയിം വിജയിച്ചു, നിന്റെ കാരണമാണ് ഞങ്ങൾ ആ ഗെയിം ജയിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്പ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. അതിനുശേഷം അമ്മ ഷൂവിൽ ഉപ്പിടുന്നത് നിർത്തി. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീങ് പേഷ്യൻ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷെ മൈക്കിൾ അതിനുശേഷവും വളരെ ക്ഷമയോടുകൂടെ നല്ല ഹാർഡ് വർക്കിങ്ങോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടർന്നു. ഓക്കെ സ്റ്റുഡൻസ്, ദ ഹീലിംഗ് ടച്ച് എന്ന ലെസൻ്റെ സോൾട്ട് ഇൻ ഇഷ്യൂ എന്ന ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം at 2310.